ഫ്രണ്ട്സ്, നിങ്ങൾ എത്രത്തോളം നിങ്ങളെയും നിങ്ങളുടെ ലൈഫിനെയും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ വളരെ കുറഞ്ഞ ചാൻസും മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വലുതായിട്ട് വല്ലതും അച്ചീവ് ചെയ്യാൻ. ലൈഫിൽ വലുതായിട്ട് വല്ലതും അച്ചീവ് ചെയ്യണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ഈ ലോകത്തിൽ നിന്നും ഈ ആളുകൾക്കിടയിൽ നിന്നും കുറച്ച് കാലത്തേക്ക് ഡിസപ്പിയർ ആയിട്ട് മാറണം. ഈ ദിവസങ്ങളിൽ മറ്റാരും അറിയാൻ പാടില്ല ശരിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന്. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നൽകാൻ ആരും തന്നെ ഉണ്ടാകില്ല. അതായത് നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ ഇവിടെ ആരും തന്നെ ഉണ്ടാകില്ല. എല്ലാ അർത്ഥത്തിലും നിങ്ങളിവിടെ ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യണം. രാത്രിയും പകലും നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് വേർഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. ആരും അറിയില്ല നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് വേർഷനിലേക്കാണ് എന്ന്. സോ എപ്പോഴാണോ മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്ത് കാണുന്നത് അപ്പോൾ അവരെല്ലാവരും നിങ്ങളെ കണ്ട് ആശ്ചര്യപ്പെട്ടു പോകും. സോ ഈ ഒരു ലോകത്തിൽ നിന്ന് ഡിസപ്പിയറായി നമ്മളെ തന്നെ സ്വയം ഇമ്പ്രൂവ് ആക്കണമെങ്കിൽ അതിന് ചില പ്രോസസ്സ് ഉണ്ട്. പ്രധാനമായും നമ്മൾ ഈ ഒരു 3 ഫേസിലൂടെ കടന്നു പോകണം. അതിൽ ഫസ്റ്റ് ഫേസാണ് ഡിസപ്പിയർ, രണ്ടാമത്തെ ഫേസാണ് വർക്ക് എലോൺ, ഇനി മൂന്നാമത്തെ ഫേസാണ് റീഅപ്പിയർ. അതായത് നിങ്ങളുടെ ട്രാൻസ്ഫോംഡ് വേർഷനോട് കൂടിയിട്ട് നിങ്ങൾ റീഅപ്പിയർ ചെയ്യണം. പിന്നെ ഈ ഒരു 3 ഫേസിൽ ഒരു ഫേസ് പോലും നിങ്ങൾ മിസ്സാക്കരുത്. എസ്പെഷ്യലി ഇതിൻ്റെ ഫൈനൽ ഫേസ് നിങ്ങൾ മിസ്സാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് പോസിബിൾ ആവില്ല. ഓക്കെ, ഇനി ഡിസപ്പിയർ ആവാനുള്ള ശരിയായിട്ടുള്ള വഴി എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക, ആരോടും ഒന്നും പറയാതിരിക്കുക. അമേരിക്കൻ പാസ്റ്ററും ബിസിനസ് മാനും ഓഥറുമൊക്കെയായ ജോയൽ ഓസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് യു ക്യാൻ ചേഞ്ച് യുവർ വേൾഡ് ബൈ ചേഞ്ചിങ് യുവർ വേർഡ്സ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെയും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. കാരണം നിങ്ങളുടെ നാക്കാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു എനിമി എന്നുള്ളത്. സോ അതിനെ നിങ്ങൾ തീർച്ചയായും കൺട്രോൾ ചെയ്യണം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ആരോടും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിക്കും നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നുള്ളത്. സോ ആ ഒരു ടൈമിൽ എനിക്കൊരു പ്ലാനും ഇല്ല, ഇപ്പം ഞാൻ അതേപ്പറ്റി ചിന്തിക്കുന്നില്ല എന്ന് നിങ്ങൾ അവരോട് പറയണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇനി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻസും നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ ആവശ്യമില്ലാതെ നിങ്ങളുടെ ഒപ്പീനിയൻസ്, കാഴ്ചപ്പാടുകൾ ഇതും അതേ ഷെയർ ചെയ്യാതിരിക്കുക. എപ്പോഴും വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുക, ആവശ്യം വന്നാൽ മാത്രം സംസാരിക്കുക. ആരെങ്കിലുമൊക്കെ നിങ്ങളെ കാണുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറണം. അതായത് ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇവൻ്റെ മനസ്സിലിപ്പോൾ എന്താണുള്ളത്, ഇത്തരത്തിൽ നിങ്ങൾ ഒരു മിസ്റ്ററി മാനായിട്ട് മാറണം. ഇന്നത്തെ കാലത്തെ ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ അത് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് മറ്റെല്ലാവരെയും അറിയിക്കും. അതിനുശേഷം മാത്രമേ അവരുടെ സക്സസ്സിലേക്കുള്ള ഒരു ജേണി അവർ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ഇതിലൂടെ ഒരു ഫേക്ക് ആയിട്ടുള്ള സക്സസ്സിനെ അവരുടെ മൈൻഡിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് റിയലി സക്സസ്ഫുൾ ആയിട്ട് മാറാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നെക്സ്റ്റ് മൂവ് എന്താണെന്ന് ആരോടും ഷെയർ ചെയ്യരുത്. ഇൻഫാക്റ്റ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പോലും നിങ്ങൾ ആരോടും പറയരുത് ഇനി മുതൽ നിങ്ങളുടെ മേലെ നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങളുടെ ബെസ്റ്റ് വേർഷനിലേക്ക് മാറാൻ പോവുകയാണ് എന്ന്. ഇതിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, കോവർക്കേഴ്സ് ഇവരെല്ലാം ഉൾപ്പെടുന്നു. സോ നിങ്ങൾ ആരോടും ഒന്നും പറയാതിരിക്കുക. ബട്ട് ഇതെന്നുള്ളത് ഒരിക്കലും തന്നെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മുടെ സ്പീഷീസിൻ്റെ തുടക്കകാലം മുതൽ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് നിങ്ങളുടെ മനസ്സിൽ മാത്രമായിട്ട് വയ്ക്കുക. പുറത്ത് ആരോടും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. ഇതിനുശേഷം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യം കൂടി ചെയ്യുക. അതായത് നിങ്ങളുടെ തോട്ട്സിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതായത് ഒരു ഗോസ്റ്റിനെ പോലെ നിങ്ങൾക്ക് ഡിസപ്പിയർ ആവാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്യണം. ഇതിനായിട്ട് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ള ഈ ഒരു ചിന്ത നിങ്ങളെടുത്ത് മാറ്റണം. റിയാലിറ്റിയിൽ ആരും തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല. കാരണം എല്ലാവരുടെയും ലൈഫിൽ അവരവരുടേതായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ആരും തന്നെ നിങ്ങളെപ്പറ്റി ചിന്തിക്കില്ല. ബട്ട് നിങ്ങളുടെ മൈൻഡ് എന്നുള്ളത് ഒരു സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് പോലെ വർക്ക് ചെയ്യുന്നു. സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് എന്നുള്ളത് ഇതൊരു കോഗ്നേറ്റീവ് ബയാസ് ആണ്. ഇവിടെ എല്ലാവരും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടും നിങ്ങളെ തന്നെ നോട്ടീസ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നും. ബട്ട് റിയാലിറ്റിയിൽ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല.
സോ ഈ സ്പോട്ട്ലൈറ്റ് എഫക്റ്റിൽ നിങ്ങൾ പെട്ടുപോകുമ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനും അതുപോലെ അവരുടെ മുമ്പിൽ നിങ്ങളെ പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളത് ചെയ്യുക. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നിങ്ങൾ ഇതിലൊക്കെ ഫെയിൽ ആകും. സോ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്ത്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഫ്രണ്ട്സ്, ഇതെന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമായിരിക്കും. കാരണം ഇവിടെ നിങ്ങൾ പലരെയും ഇഗ്നോർ ചെയ്യേണ്ടതായിട്ട് വരും, പല കണക്ഷൻസും നിങ്ങൾക്ക് നഷ്ടപ്പെടും. ബട്ട് ഇതെന്നുള്ളത് ഈ ഒരു മുഴുവൻ പ്രോസസ്സിൻ്റെയും ഒരു പാർട്ട് മാത്രമാണ്. സോ ഇവിടെ നിങ്ങളുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി ശക്തമായി മുന്നോട്ട് പോകാൻ ഈ കാര്യം ചെയ്യുക. അതായത് നിങ്ങളുടെ പെയിൻ, ഹാർഡ് വർക്ക്, പ്രോഗ്രസ്, ഫെയിലിയേഴ്സ് ഇതിനെയൊക്കെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കുക. അവരറിയേണ്ടത് നിങ്ങളുടെ സക്സസ് ആൻഡ് ഗ്രോത്തിനെ പറ്റിയും മാത്രമായിരിക്കണം. നിങ്ങളുടെ ലൈഫിൻ്റെ ജേണി എങ്ങനെയായിരുന്നു, നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പ്ലാൻസ് എങ്ങനെയായിരുന്നു, ഇതിനെപ്പറ്റിയൊക്കെ ആളുകൾ ബോധേഡായിട്ട് മാറുക, ഇതിനൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് മാറുമ്പോൾ മാത്രമാണ്. ഫ്രണ്ട്സ്, ഓർക്കുക, ആളുകൾ നിങ്ങളുടെ സക്സസ്സിനെ കണ്ടായിരിക്കും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഹാർഡ് വർക്കിനെ കണ്ട് ആരും തന്നെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യില്ല. കാരണം ഹാർഡ് വർക്ക് എന്നുള്ളത് മിക്ക ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. തോമസ് ആൽവ എഡിസൺ 1000 പ്രാവശ്യം ഫെയിലായിട്ടാണ് ഇലക്ട്രിക് ബൾബ് കണ്ടെത്തിയത്. ബട്ട് ഇന്ന് ആളുകൾ അദ്ദേഹത്തെ ഓർക്കാനുള്ള കാരണം അദ്ദേഹം 1000 പ്രാവശ്യം ഫെയിൽ ആയതുകൊണ്ടല്ല, അദ്ദേഹം 1000 പ്രാവശ്യം ഫെയിലായിട്ടും ഒരൊറ്റ പ്രാവശ്യം അദ്ദേഹം വിജയിച്ചത് കൊണ്ടാണ്. സോ നിങ്ങളുടെ പ്ലാൻസിനെ മറ്റുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കുക. സൈലൻ്റ് ആയിട്ടിരുന്ന് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. നിങ്ങൾ ഡെയിലി വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസ് ആവുകയുള്ളൂ. ബട്ട് ഇവിടെ നിങ്ങളുടെ ഒരു ചെറിയ പ്രോഗ്രസ് എന്നുള്ളത് അതൊരിക്കലും നിങ്ങളുടെ ഒരു വലിയ വിജയമായിട്ട് നിങ്ങൾ കാണരുത്. അതായത് കുറച്ച് കാശ് സമ്പാദിക്കുക, നിങ്ങളുടെ ഹെൽത്തിനെ ഒന്ന് നിങ്ങൾ ചെറുതായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക, അതിനുശേഷം അതേപറ്റി പുറത്ത് പോയിട്ട് വളരെ പ്രൗഡായിട്ട് നിങ്ങൾ തന്നെ സംസാരിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സെൽഫ് വർത്ത് കുറയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ആവറേജ് ലെവൽ വിട്ട് എബോവ് ആവറേജിലേക്ക് മാത്രമേ ഇവിടെ എത്തുന്നുള്ളൂ. അതിനെ ഓർത്തുകൊണ്ടാണ് നിങ്ങൾ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നത്. ബട്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാളും നിങ്ങൾക്ക് കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ ഇതിനായിട്ട് നിങ്ങൾ ഇനി മുതൽ സൈലൻ്റ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യണം. ബട്ട് ഇതെന്നുള്ളത് ഒരിക്കലും തന്നെ ഈസി അല്ല. ഇവിടെ നിങ്ങൾ മെൻ്റലി ഫിസിക്കലി ഒരുപാട് ടയേർഡായിട്ട് മാറും, വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറും. ടെൻഷൻ, സ്ട്രെസ്, വറീസ്, സാഡ്നെസ് ഇതൊക്കെ നിങ്ങളെ കീഴ്പ്പെടുത്തിയെന്ന് വരും. ആരും തന്നെ നിങ്ങളെ ഇവിടെ അപ്രിഷ്യേറ്റ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കാണിക്കേണ്ടത് അത് നിങ്ങളുടെ ഈ ഒരു ഡാർക്ക് ഫേസിനെയല്ല, നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ അൾട്ടിമേറ്റ് സക്സസിനെയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഏർലി പ്രോജക്റ്റ് ആയിട്ടുള്ള SLV-3 റോക്കറ്റ് അതൊരു പരാജയമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടിൻ്റെ ഫലമായി ഇന്ത്യയെ മിസൈൽ ടെക്നോളജിയിൽ ഗ്ലോബൽ ലീഡറാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 100 ഫെയിലിയേഴ്സിനെ മറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ ഒരൊറ്റ വലിയ വിജയം മതി. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അതായത് ഒരു ക്ലിയർ ആയിട്ടുള്ള വിഷൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അതൊരു പക്ഷേ ഒരു ഡിഗ്രി നേടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ആയിരിക്കാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആയിരിക്കാം. സോ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാലത്തേക്ക് ഡിസപ്പിയർ ആയിട്ട് മാറണം. സോ നിങ്ങളുടെ ഒരു ഗോള് എന്താണെന്ന് ആദ്യം ഒരു ബുക്കിലേക്ക് എഴുതുക. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സ്, കാർഡ്സ് ഇതൊക്കെ ഒരു വിഷൻ ബോർഡ് പോലെ നിങ്ങളുടെ റൂമിൽ ഒട്ടിച്ച് വയ്ക്കുക. സോ പിന്നീട് നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് ആ ഒരു ഗോളിന് ചുറ്റും മാത്രമായിരിക്കണം ഉണ്ടാവേണ്ടത്. നിങ്ങളുടെ ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയാസ്, മറ്റ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ നിങ്ങൾ മാറ്റിവെക്കണം. ഇപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഒരു ഫൈറ്റർ ഉണ്ട്, അയാൾ 14 മണിക്കൂർ ട്രെയിൻ ചെയ്യുന്നു, 8 മണിക്കൂർ ഉറങ്ങുന്നു, ബാക്കിയുള്ള 2 മണിക്കൂർ മാത്രമേ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം അയാൾക്ക് ലഭിക്കുന്നുള്ളൂ. ഇനി മറ്റൊരു ഫൈറ്റർ ഉണ്ട്, അയാൾ 8 മണിക്കൂർ ട്രെയിൻ ചെയ്യുന്നു, 8 മണിക്കൂർ ഉറങ്ങുന്നു, ബാക്കിയുള്ള 8 മണിക്കൂർ അയാളുടെ ഫ്രണ്ട്സ്, പാർട്ടി എന്ന് പറഞ്ഞ് അയാളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. സോ ഇവർക്ക് തമ്മിൽ ഒരു ഫൈറ്റ് വയ്ക്കുകയാണെങ്കിൽ ആരായിരിക്കും ഇതിൽ ജയിക്കുക? തീർച്ചയായിട്ടും ഫസ്റ്റത്തെ ഫൈറ്റർ ആയിരിക്കും, അല്ലേ? കാരണം അയാളിലേക്ക് നൽകുന്ന ഇൻപുട്ട് എന്നുള്ളത് വളരെ കൂടുതലാണ്. സോ അയാൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ടും അത്രയേറെ കൂടുതലായിരിക്കും. സോ ഈ ഒരു ഫൈറ്ററെ ആർക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ ഇയാളെക്കാളും കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരു ഫൈറ്റർക്ക് മാത്രമാണ്. സോ എപ്പോഴാണോ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആകുന്നത്, എപ്പോഴാണോ നിങ്ങൾ ഒരു അൺബീറ്റബിൾ ബീസ്റ്റായിട്ട് മാറുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുറമേയുള്ള ലോകത്തേക്ക് തിരിച്ചു വരാം.
ബട്ട് ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കും. നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ മെൻ്റലി, ഫിസിക്കലി, ഫൈനാൻഷ്യലി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ലോകത്തിലേക്ക് റീഅപ്പിയർ ആവാൻ തോന്നില്ല. അതായത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആരോടും ഒന്നും പ്രൂവ് ചെയ്യാൻ ഇല്ല എന്ന്. നിങ്ങളുടെ ഒരു അക്കംപ്ലിഷ്മെൻറ്റും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് തുറന്നു കാണിക്കാൻ നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചതിനേക്കാളും എത്രയോ ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരിക്കും. ബട്ട് ലൈഫിൽ മുന്നേറി പോകാനുള്ള നിങ്ങളുടെ ആ ഒരു ഹങ്ങർ അപ്പോഴും അടങ്ങിയിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് മറ്റുള്ളവർക്ക് നിങ്ങളൊരു മിസ്റ്ററി ആയിട്ട് തുടർന്നു കൊണ്ടേയിരിക്കും. ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് പീസ്, ഹാപ്പിനെസ് ഇതൊക്കെ ലഭിക്കും. നിങ്ങളിൽ തന്നെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.